This is a device. ഇതൊരു മെഷറിംഗ് ടൂൾ ആണ് ടു മെഷർ ടെമ്പറേച്ചർ. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ദിസ് ഇസ് എ ക്ലിനിക്കൽ തെർമോമീറ്റർ. ഓക്കെ, സോ നമ്മുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയാ? തെർമോമീറ്റർ. ഇറ്റ് ഈസ് എ മെഷറിംഗ് ടൂൾ. ഓക്കെ, നമ്മുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളിന് നമ്മൾ എന്താ പറയുക? തെർമോമീറ്റർ. തെർമോ മീൻസ് ടെമ്പറേച്ചർ. ഓക്കെ, തെർമോ മീൻസ് ടെമ്പറേച്ചർ, മീറ്റർ മീൻസ് നമ്മുടെ ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് അഥവാ ഒരു ടൂളിനെയാണ് നമ്മൾ എന്ത് പറയുക? തെർമോമീറ്റർ. ഇപ്പൊ തന്നെ പഠിക്കുക എന്താണ് തെർമോമീറ്റർ. സോ തെർമോമീറ്റർ വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്റർ. നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ ഹോസ്പിറ്റൽസ്, നമ്മുടെ സ്കൂളുകളിലൊക്കെ തെർമോമീറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആൻഡ് വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്റർ. അതിൽ ഫസ്റ്റ് വൺ, ഒരു തെർമോമീറ്റർ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ക്ലിനിക്കൽ തെർമോമീറ്റർ. Okay, that is clinical thermometer. So what do you mean by a clinical thermometer? What is the speciality of the thermometer? നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടോ, ശ്രദ്ധിച്ച് നോക്കുക. You can see a thermometer. This is clinical thermometer. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും the degree. You can see the marks. നോക്കുക, ഇവിടെ 35, 36, 37, 38, 39, 40, 41, 42. You can see this is 42. Okay, 42 ഡിഗ്രി വരെ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. That means 35 degree Celsius to 42 degree Celsius. അതെന്തുകൊണ്ടാണ് 35 to 42 degree Celsius? നമ്മൾ കാണാറുണ്ട് 100 ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ട് അല്ലേ? വാട്ട് ഇസ് ദ, നമ്മൾ ബോയിലിംഗ്, നമ്മുടെ വെള്ളം തിളയ്ക്കുമ്പോൾ അവിടെ ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരിക്കുമല്ലോ. അതേതാ ടെമ്പറേച്ചർ അറിയാവോ? ഓക്കെ, അപ്പോ നമ്മുടെ വെള്ളം തിളയ്ക്കുമ്പോൾ ഇറ്റ് ഹാവ് 100 ഡിഗ്രി സെൽഷ്യസ്. എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു വെള്ളം ബോയിൽ ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, നമ്മുടെ വീടുകളിൽ വെള്ളം തിളയ്ക്കുമ്പോ അഥവാ നമ്മുടെ കറിയൊക്കെ തിളയ്ക്കും അല്ലെ, അങ്ങനെ വെള്ളമൊക്കെ തിളയ്ക്കുമ്പോൾ മനസ്സിലാക്കുക അവിടെയുള്ള ടെമ്പറേച്ചർ എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ വെള്ളം എന്താവുകയുള്ളൂ? തിളയ്ക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെള്ളം എപ്പോഴാണ് ഐസാകുക? വെള്ളം ഐസാകുന്നത് അപ്രോക്സിമേറ്റ്ലി 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേക്കും നമ്മുടെ വെള്ളം എന്താകും? ഐസാകാൻ തുടങ്ങും. കംപ്ലീറ്റ്ലി ഫ്രീസിങ് എന്ന് പറയുന്ന ഒരു സമയം എപ്പോഴാണ്? ദാറ്റ് ഇസ് 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസിലാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും 0 ഡിഗ്രി ആണോ ഏറ്റവും കോൾഡസ്റ്റ് ടെമ്പറേച്ചർ? അല്ല. ദാറ്റ് മീൻ നമുക്ക് -273 ഡിഗ്രി സെൽഷ്യസ് വരെയുണ്ട് കേട്ടോ. മൈനസ് ഡിഗ്രികളുണ്ട്, -18, -20, -100 അങ്ങനെ ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. മൈനസ് വരുമ്പോൾ കോൾഡ്നെസ് കൂടിക്കൊണ്ടേയിരിക്കും, അഥവാ തണുപ്പ് കൂടിയിരിക്കും. ഓക്കെ, സോ ഫ്രീസ് ചെയ്യാൻ നമ്മുടെ വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡ് ഫോം ഒരു സോളിഡ് ഫോമിലേക്ക് മാറേണ്ട ഒരു ടെമ്പറേച്ചർ ആണ് 4 ഡിഗ്രി സെൽഷ്യസ് ടു 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ആ സമയത്തിനുള്ളിൽ നമ്മുടെ ലിക്വിഡ് ഫോമിലുള്ള വാട്ടർ എന്താക്കി മാറും? സോളിഡ് ഫോമിലുള്ള നമ്മുടെ ഐസായിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബോയിൽ, നമ്മുടെ ലിക്വിഡ് ഫോമിലുള്ള വെള്ളം തിളച്ച് അത് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയമാണ് ഇത് 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ക്ലിയർ? ദിസ് വെരി സിമ്പിൾ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക, ബിക്കോസ് നിങ്ങൾക്ക് ഇതൊക്കെ നമ്മുടെ ഹയർ ക്ലാസ്സുകളിൽ ആവശ്യമാണ്. ഈ ചാപ്റ്ററിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിക്കാറുള്ളത്. സോ back to our clinical thermometer. So what is clinical thermometer? നമ്മൾ ഈ clinical thermometer ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓൺലി ഇൻ ഹ്യൂമൻ ബീങ്സ്. നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ അഥവാ ടെമ്പറേച്ചറിംഗ് യൂണിറ്റ് ആണ് എന്താ? നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്റർ.
സോ നമ്മുടെ ഹ്യൂമൻ ബീങ്സിന് യൂസ് ചെയ്യുമ്പോൾ അവർ ബോഡി ടെമ്പറേച്ചർ ഏതാണ്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ക്ലിനിക്കൽ തെർമോമീറ്റർ. ഓക്കെ, ക്ലിനിക്കൽ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ. അപ്പൊ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒരാളെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും അതെന്തുകൊണ്ടാ 0 to 100 ഡിഗ്രി സെൽഷ്യസ് ഇല്ലാത്തത്? ബിക്കോസ് നമ്മുടെ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ഹ്യൂമൻസിന്റെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 37 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ. അപ്പൊ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 37 ഡിഗ്രി സെൽഷ്യസ്. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത്, നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇതെല്ലാം എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, ആക്യുറേറ്റ് വാല്യൂ അല്ല. ദാറ്റ് മീൻ ഒരു ഹെൽത്തി ഹ്യൂമൻ ബീയിന് ഉണ്ടായിരിക്കുന്ന ഒരു ആവറേജ് ടെമ്പറേച്ചർ ആണ് 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പോ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു ആവറേജ് ഹ്യൂമൻ ബീയിന് ഉണ്ടായിരിക്കുന്ന ഒരു ടെമ്പറേച്ചർ. സോ അതിന്റെ ഇടയ്ക്ക് ആയിരിക്കും എപ്പോഴും എന്തുണ്ടായിരിക്കുക, ഹ്യൂമൻ ബീയിന്റെ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കുക. ദാറ്റ് മീൻ ഫ്രം 35 ഡിഗ്രി സെൽഷ്യസ് ടു 42 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ മനസ്സിലാക്കുക, ക്ലിനിക്കൽ ടെമ്പറേച്ചർ തെർമോമീറ്റർ 35 to 42 ഡിഗ്രി സെൽഷ്യസിന്റെ ഉള്ളിലുള്ള റീഡിംഗ് മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരൂ. ഓക്കെ, അപ്പോ ദാറ്റ് മീൻ മനസ്സിലാക്കുക, 35 ഡിഗ്രിക്ക് താഴെ നമ്മുടെ ടെമ്പറേച്ചർ പോവുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ എത്ര മാത്രമേ കാണിക്കൂ, ഈ 35 എന്ന് മാത്രമേ കാണിക്കുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ 35 താഴെ ആയിട്ട് വളരെ കുറവിൽ നമ്മൾ ഭയങ്കര ഫീവർ ആയിരിക്കുമ്പോ ഒക്കെ മാത്രമേ കൂടുകയോ കുറയോ ചെയ്യുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മുടെ ഹ്യൂമൻ ടെമ്പറേച്ചർ ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ? സോ നമുക്ക് ഇതിന്റെ പാർട്സുകൾ നമുക്ക് നോക്കാം. വി ഹാവ് ഒരു ഗ്ലാസ് ലോങ് ട്യൂബ് ആണ്. നമ്മൾ ഈ നോർമലി തെർമോമീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ലോങ് ഗ്ലാസ് ട്യൂബ്സ് ആണ്. ആൻഡ് യു ക്യാൻ സീ എ പിക്ചർ ഹിയർ. നിങ്ങൾക്ക് ഇവിടെ 2 എന്ന് മാർക്ക് ചെയ്തത് കണ്ടല്ലോ, ദിസ് ഇസ് എ ബൾബ്. ഇവിടെ നമ്മൾ പറയുന്ന പേരാണ് ഇറ്റ്സ് എ ബൾബ്. ഓക്കെ, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ബൾബ്. ആൻഡ് ഇൻസൈഡ് ദ ബൾബ് നിങ്ങൾക്ക് ഒരു മെറ്റൽ കാണാം. മെറ്റൽ, ആക്ച്വലി ദിസ് ഇസ് എ ലിക്വിഡ് മെറ്റൽ. ഓക്കെ, മെറ്റൽസ് എന്ന് പറയുന്നത് എപ്പോഴും സോളിഡ് ആണല്ലോ അല്ലെ? അപ്പൊ ലിക്വിഡ് ഫോമിലുള്ള ഏക മെറ്റൽ ദാറ്റ് ഈസ്, പറഞ്ഞോളൂ, ദാറ്റ് ഈസ് മെർക്കുറി. അപ്പൊ നമുക്കിവിടെ നമ്മുടെ തെർമോമീറ്റേഴ്സിൽ എപ്പോഴും കാണാവുന്നതാണ് എന്ത്, മെർക്കുറി. ഈ ബൾബിന്റെ ഉള്ളിൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുക, മെർക്കുറി. മെർക്കുറി ഈസ് എ ലിക്വിഡ്, നമ്മുടെ സോളിഡ് അല്ല, അതെന്തായിരിക്കും, ലിക്വിഡ് ഫോമിലാണ് മെർക്കുറി നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് ഈ ബൾബിന്റെ ഉള്ളിലായിട്ട് നമുക്ക് മെർക്കുറി കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോ നമ്മളിത് എങ്ങനെയാ നമ്മൾ നോക്കുക, ഈ മെർക്കുറി ഉള്ള ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് വെക്കുക. ബോഡിയിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് വെക്കുമ്പോൾ ആഫ്റ്റർ 1 മിനിറ്റ്, 1 മിനിറ്റിന് ശേഷം നമുക്ക് എന്താ റീഡിംഗ് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആൻഡ് യു ക്യാൻ സീ എ യെല്ലോ സ്ട്രിപ്പ്, ഒരു യെല്ലോ സ്ട്രിപ്പ് കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു വൈറ്റ് ലൈൻ കാണാം. അതിലൂടെ നമുക്ക് റീഡിംഗ് ഇങ്ങനെ കേറി വരും. ഓക്കെ, അങ്ങനെ കേറി വരും. ആൻഡ് യു ക്യാൻ സീ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 5th വൺ. ഈ കണ്ടല്ലോ ഇങ്ങനെ ഒരു ഇത്, ദിസ് ഇസ് എ ക്ലിങ്ക് എന്താണ് പറയുക. ഇതെന്തിനായിരിക്കും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്, ഇവിടെ കണ്ടോ നിങ്ങൾ ഒരു ബെൻഡിങ് കാണാം. അതെന്തിനായിരിക്കും? നമ്മുടെ ഓരോ മീറ്റേഴ്സിനും ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഒരു സ്പെസിഫിക്കേഷൻ ഇല്ലാതെ നമ്മൾ അവിടെ ചെയ്യില്ലല്ലോ അല്ലെ? അപ്പോൾ അതെന്തിനായിരിക്കും അങ്ങനെ ഒരു ബെൻഡിങ്? നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെയാണ് അത് കുറച്ച് എൻലാർജ് ചെയ്ത് കാണിച്ചു തന്നിരിക്കുന്നതാണ്. സോ അതെന്തിനായിരിക്കും അങ്ങനെ ഒരു ബെൻഡിങ്? അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഡിഗ്രി സെൽഷ്യസ് 35 ആണല്ലേ, ഇതിലും താഴെയായി പോകാതിരിക്കാൻ വേണ്ടി, റീഡിംഗ് അല്ലെങ്കിൽ വളരെ താഴെ പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു കിങ്ക് എന്നാണ് ഇതിന് പറയുക, ഒരു ബെൻഡിങ് വെച്ചിരിക്കുന്നത്.
ഓക്കെ, നമ്മുടെ ടെമ്പറേച്ചർ, നമ്മുടെ ഇതിലുള്ള ടെമ്പറേച്ചർ അതിലും താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ദാറ്റ്സ് എ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. സോ ദിസ് ഈസ് ക്ലിനിക്കൽ ടെമ്പറേച്ചർ, തെർമോമീറ്റർ. സോ ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന പേര് മനസ്സിൽ ആലോചിക്കുക. അപ്പോൾ തന്നെ മനസ്സിൽ വരണം എന്താണ്? ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഡിവൈസ് ആണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. അത് എവിടെ മുതൽ എവിടം വരെ റീഡിംഗ് എടുക്കുള്ളൂ? ഫ്രം 35 to 42 degree Celsius. 35 degree Celsius to 42 ഡിഗ്രി സെൽഷ്യസ്, 35 മുതൽ 42 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ മാത്രമാണ് നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് റീഡിംഗ് ഇൻ ബിറ്റ്വീൻ റീഡിംഗ് മാത്രമേ ഈ നമ്മുടെ തെർമോമീറ്ററിൽ നമുക്ക് റീഡിംഗ് കാണിക്കുള്ളൂ. ക്ലിയർ? നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലെ? ഇത് നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ചില ഹോസ്പിറ്റലുകളിൽ നമുക്ക് ഇതൊക്കെ കാണാൻ കോമൺലി നമ്മൾ കാണുന്ന ഒരു തെർമോമീറ്റർ ആണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. സോ നമ്മളൊരു ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ, അയ്യോ നിങ്ങൾ വളരെ ചെറിയ കുട്ടികളാണ് അല്ലെ, അപ്പൊ നിങ്ങളുടെ കൈകളിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമുക്കത് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നോക്കുക, പ്രിക്കോഷൻസ് ടു ബി ഒബ്സർവ്ഡ് വൈൽ റീഡിംഗ് എ ക്ലിനിക്കൽ തെർമോമീറ്റർ. ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? സി ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. ശ്രദ്ധിക്കുക, the thermometer should be washed before and after use. തെർമോമീറ്റർ ഉപയോഗിക്കുന്നതിന് മുൻപും അതിന് ശേഷവും എന്ത് ചെയ്യണം? വാഷ് ചെയ്യണം. അതെന്തിനാ വാഷ് ചെയ്യുന്നത്? ദാറ്റ് മീൻ നമ്മുടെ ടെമ്പറേച്ചർ കൂൾ ചെയ്യാൻ വേണ്ടി. നമ്മളിപ്പോൾ ഒരാളുടെ ബോഡി ടെമ്പറേച്ചർ നോക്കി അതിനുശേഷമാണ് അടുത്ത ആളുടെ ബോഡി ടെമ്പറേച്ചർ നോക്കുന്നത് എങ്കിൽ ആ ആളുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും, ആളുടെ ബോഡിയിലുള്ള നമ്മുടെ സ്വെറ്റ് ഇതൊക്കെ എവിടെ എത്തിയിട്ടുണ്ടാകും? നമ്മുടെ ഈ തെർമോമീറ്ററിൽ ഉണ്ടായിരിക്കും. സോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കൂടെയാണ് എന്ത് പറയുന്നത്? വാഷ്ഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ യൂസ്, പ്രിഫർലി വിത്ത് ആൻ ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ. എന്തിനാ ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ? ജേംസിനെയൊക്കെ ഒന്ന് കില്ല് ചെയ്ത് ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി, സ്റ്റെറൈൽ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വാഷ് ചെയ്യണം, ആന്റിസെപ്റ്റിക് യൂസ് ചെയ്ത് ഒന്ന് തുടയ്ക്കണം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻ ഈ ക്ലിനിക്കൽ ടെമ്പറേച്ചർ തെർമോമീറ്റർ നമ്മൾ ഡയറക്ട്ലി നമ്മുടെ ബോഡിയിൽ നമ്മൾ വെക്കുകയാണ് ചെയ്യുക. ഓക്കെ, നമ്മുടെ അണ്ടർ ആംസിലൊക്കെയാണ് നമ്മൾ ഈ ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മളൊരു 1 minute or 2 minute ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഇത് കീപ്പ് ചെയ്യും. അപ്പോൾ ഓരോരുത്തരുടെ അണ്ടർ ആംസിൽ നമ്മളിങ്ങനെ വെക്കുന്നത് കാരണം അതിനെ വാഷ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സെക്കൻഡ് പോയിന്റ്, എൻഷുർ ദാറ്റ് ബിഫോർ യൂസ് ദ തെർമോമീറ്റർ, നമ്മൾ ഈ തെർമോമീറ്റർ ഉപയോഗിക്കുന്നതിന് മുൻപ് എന്ത് ശ്രദ്ധിക്കണം? ദ മെർക്കുറി ലെവൽ ഈസ് ബിലോ 35 ഡിഗ്രി സെൽഷ്യസ്. 35 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറവായിട്ട്, ഈ മെർക്കുറി ലെവലാണ് ഇങ്ങനെ കൂടി നമുക്ക് റീഡിങ് കാണാൻ സാധിക്കുക അല്ലെ? ഈ മെർക്കുറി ലെവൽ കൂടുന്നതിനനുസരിച്ച് നമുക്ക് റീഡിങ് ഇങ്ങനെ കൃത്യമായിട്ട് കാണാം. സോ മെർക്കുറി ലെവൽ ഷുഡ് ബി, ദ mercury level should be below 35 degree Celsius. 35 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറവായിട്ടായിരിക്കണം ഈ റീഡിങ് ഉണ്ടാവേണ്ടത്. ഓക്കെ, then third one, read the thermometer keeping the level of mercury along the line of sight. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന തരത്തിൽ കൃത്യമായ രീതിയിൽ നമ്മൾ തെർമോമീറ്റർ ഇങ്ങനെ പിടിക്കുന്നു ആൻഡ് ജസ്റ്റ് നോക്കുക. പിന്നെ ഇവിടെയൊന്നും പോയി ഹോൾഡ് ചെയ്യരുത്, കൃത്യമായിട്ട് നമ്മുടെ കൺമുന്നിലായിട്ട് കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം റീഡിംഗ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ കണ്ണുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് നോക്കി റീഡിംഗ് മനസ്സിലാക്കുക. Okay, next, handle the thermometer with care. നമുക്ക് തെർമോമീറ്റർ പൊട്ടാൻ സാധ്യതയുണ്ട് because it is made up of glass. If it hits against some hard object, it can break. അത് ബ്രേക്ക് ആവാനുള്ള, പൊട്ടിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് because the thermometer is made up of ഗ്ലാസ് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയിരിക്കുന്നത്? തെർമോമീറ്റേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. Then the fifth one is, don't hold the thermometer by the bulb.
while reading it. Just consider this is a bulb. നമ്മുടെ thermometer ആണെന്ന് കൺസിഡർ ചെയ്യുക. And this is a bulb. ഇത് ബൾബ്, that means നമ്മുടെ താഴെയുള്ള മെർക്കുറി ഉള്ള ഭാഗമാണെന്ന് ജസ്റ്റ് കൺസിഡർ ചെയ്യുക. ഈ ബൾബുള്ള ഭാഗത്ത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ റീഡിംഗ് ഒരിക്കലും നോക്കരുത്. നമ്മൾ എപ്പോഴും എവിടെ പ്ലേസ് ചെയ്യണം? നമ്മുടെ ഹാൻഡിൽ ഇവിടെ പ്ലേസ് ചെയ്യണം. ഈ ബൾബിന്റെ അവിടെ എന്ത് ചെയ്യരുത്? കൈ കൊണ്ട് പിടിച്ച് റീഡിംഗ് ഇങ്ങനെ നോക്കരുത്. ദാറ്റ് മീൻ ആ സമയത്ത് റീഡിങ്ങിൽ ഒരു വേരിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ? സോ ബൾബ് നമ്മൾ എപ്പോഴും ബൾബിന്റെ ഭാഗമായിരിക്കണം ടെമ്പറേച്ചർ നോക്കുന്ന ബോഡിയുമായിട്ട് ഇൻ കോണ്ടാക്ട് വരേണ്ടത്. ഓക്കെ, സോ ഒരിക്കലും ബൾബിന്റെ അവിടെ ഹോൾഡ് ചെയ്യരുത്. ഓക്കെ, ക്ലിയർ? സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഒരു ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മൾ ഒരു റീഡിംഗ് എടുക്കാൻ. ക്ലിയർ?